സ്വീഡൻ പോലെയുള്ള പല രാജ്യങ്ങളും അവർ മതം ഉപേക്ഷിക്കുന്നു. അവർക്കൊരു വിശ്വാസമില്ല, ഒരു മതത്തിലൊരു വിശ്വാസമില്ല. അവബോധമില്ലാത്ത മതസംബന്ധിയായ ആവേശങ്ങൾ മതം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. വോൾട്ടയർ ഒരിക്കൽ പറഞ്ഞാണ്, ദൈവമില്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ദൈവത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കും. എൻ്റെ മതം മാത്രം ശരി എന്ന് പിടിവാശി, അത് മതമാണെങ്കിൽ തിരുത്തണം, മതദോഷമാണെങ്കിൽ ദാർശനികമായിട്ട് അവർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന ഗുരുദേവൻ്റെ വാക്കുകൾക്ക് മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതലും ഇന്ന് പ്രസക്തിയുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സമൂഹത്തിലെ സംഘർഷവും വ്യക്തിവിരോധവും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. സക്കറിയ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു കാലത്ത് എഴുതി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാരണമില്ലാതെ സന്തോഷത്തോടെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് മതമാണ്. അതാണ് വർഗീയ കലാപത്തിൻ്റെ പ്രത്യേകതകൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെയാണ് കൊല്ലുന്നത്. അയാൾക്കറിയില്ല എന്തിനാ താൻ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ മതങ്ങൾ ഈ സംഘർഷം വർദ്ധിപ്പിക്കുന്നു ആധുനിക യുഗത്തിൽ എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ മതങ്ങൾ ആധുനിക യുഗത്തിൽ ഈ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, ഈശ്വരൻ്റെ പേരിലാണ് അവർ കൊല്ലുന്നത്. അപ്പോൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വർഗം നരകം എന്നൊക്കെയുള്ള സങ്കല്പം വീണ്ടും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ മുന്നേറുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ചയിലേക്ക് വരികയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ സൃഷ്ടിക്കാൻ മതത്തിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അതല്ലെങ്കിൽ മതം എന്നുള്ള വാക്കിൽ ഒതുക്കി നിർത്തേണ്ട ആത്മീയതയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? മതത്തെ സംബന്ധിച്ച് അവബോധമുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അവബോധമില്ലാത്ത മതസംബന്ധിയായ ആവേശങ്ങൾ മതം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഇന്ന് മതം കാരണം ദ്രോഹങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, വ്യക്തി ഹത്യകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം മതമാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതാണ്. പകരം മതത്തെ സംബന്ധിച്ചുള്ള അവബോധമുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാരായണ ഗുരുദേവൻ തന്നെ എല്ലാവരും ലക്ഷ്യമാക്കുന്നത് സുഖമാണ് എന്ന് മതസങ്കല്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ സുഖം ലക്ഷ്യമാക്കുന്ന, ശാശ്വതമായ സുഖം ലക്ഷ്യമാക്കുന്ന, തൽക്കാലത്തേക്കുള്ള ഒരു സുഖമല്ല, ശാശ്വതമായ സുഖം ലക്ഷ്യമാക്കുന്ന മതം, അത് മനുഷ്യനോ പ്രകൃതിക്കോ ദ്രോഹകരമായിരിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം മതം കാരണം വ്യക്തിഹത്യകൾ ഉണ്ടാകുന്നു, കലഹങ്ങൾ ഉണ്ടാകുന്നു, യുദ്ധങ്ങൾ പോലും ഉണ്ടാകുന്നു എങ്കിൽ അവിടെ മതം ഒരു മതമായിട്ടാണ് സ്വീകരിക്കപ്പെട്ടത് എന്ന് വേണം വിചാരിക്കാൻ. മതങ്ങളെ സംബന്ധിച്ച് ഓരോ മതത്തിൻ്റെയും ലക്ഷ്യം, ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം, സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സങ്കല്പമാണ് വിശേഷിച്ചും ഭാരതീയ ദാർശനിക പാരമ്പര്യത്തിനുള്ളത്. അതൊക്കെ അതിൻ്റെ വേദികളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരെ ഹനിക്കുന്നതിലൂടെ സ്വർഗപ്രാപ്തി ഉണ്ടാവുമെന്ന് കരുതുന്നവരുമൊക്കെ അവരവരുടെ മതങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഏതെങ്കിലും ഒരു മതം ഹിംസാത്മകമായ സമീപനത്തെ, ഹിംസ സ്വാഭാവികമായിട്ടും രാഷ്ട്രത്തിൻ്റെ സുസ്ഥിതിക്ക് ആവശ്യമായി വരും, അത് പക്ഷേ നിർവഹിക്കേണ്ടവരാണ് നിർവഹിക്കേണ്ടത്, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷെ മതം കാരണം ഹിംസ ചെയ്യണമെന്ന് വരുന്നിടത്ത് അത് മതത്തിൻ്റെ പരിമിതിയാണെങ്കിൽ, മതവീക്ഷണത്തിൻ്റെ പരിമിതിയാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഏത് മതത്തെ അനുസരിക്കുന്നതായാലും ശരി, അതൊക്കെ സ്വീകാര്യമാണ് എന്ന പ്രകാരത്തിലുള്ള ഒരു പരമത ആദരവ്, അത് ഇപ്പോൾ ഭഗവത്ഗീതയെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ സമീപനം എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്? ഭഗവാൻ പറയണു, യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആരേത് പ്രകാരത്തിൽ എന്നെ സമീപിക്കുന്നു ഞാൻ ആ പ്രകാരത്തിൽ അവരെ അനുഗ്രഹിക്കും. ഈ ഒരു വിശാല വീക്ഷണം
എല്ലാ മതങ്ങൾക്കും സ്വന്തമാക്കാമെങ്കിൽ, അപ്പോൾ അവരെന്താ ചിന്തിക്കുക? എനിക്ക് ബോധ്യമായ മതം ഇതാണ്, അതിൻ്റെ അനുഷ്ഠാന സമ്പ്രദായം ഇതാണ്, ഞാൻ ഇതിനെ അനുസരിക്കുന്നു, അതിനർത്ഥം ഇത് മാത്രം ശരിയെന്നല്ല. അത്തരത്തിലുള്ള ഒരു പിടിവാശി ഉണ്ടെങ്കിൽ ആ പിടിവാശി ഉള്ള മതം, അത് മതം സമ്മാനിച്ചതാണെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. അല്ല, അത് ഈ വ്യക്തിയുടെ ബോധ്യത്തിൽ വന്ന ഒരു മതം കാരണമാണെങ്കിൽ വ്യക്തിയെ തിരുത്തേണ്ടതുണ്ട്. അത് മതാചാര്യന്മാർ ഇടപെടേണ്ട വിഷയമാണ്. ഏതായാലും ആരെങ്ങനെ ആശ്രയിച്ചാലും അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ഒരു ഓൾ ഇൻക്ലൂസീവ് അല്ലെങ്കിൽ ഒരു സർവസമാശ്ലേഷിയായ ദർശനം, എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന ഒരു ദർശനമാണ് ലോകസമാധാനത്തിന് ആവശ്യം. ഭഗവത്ഗീതയിൽ അതുണ്ട്. ഏതെങ്കിലും മതത്തിൽ അങ്ങനെ ഒരു സൂചന ഇല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എൻ്റെ മതം മാത്രം ശരിയെന്ന് പിടിവാശി, അത് മതമാണെങ്കിൽ തിരുത്തണം, മതദോഷമാണെങ്കിൽ ദാർശനികമായിട്ട് അവർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതായാലും മറ്റൊരു പ്രയോഗം അങ്ങ് നടത്തിയത് മതത്തിനെന്ത് പങ്കുവഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആത്മീയതയും മതവും തമ്മിൽ അങ്ങനെ വ്യത്യാസം കൽപ്പിക്കാൻ സാധിക്കും. മതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അഭിപ്രായത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതാണെങ്കിൽ, ദാർശനികമായ ബോധ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആത്മീയത പരിലസിക്കുന്നത്. എല്ലാ മതങ്ങൾക്കും ഒരു ദാർശനികമായ ആഴമുണ്ടായിരിക്കണം, അതിനെ ആത്മീയത എന്ന് വിളിക്കാം. ഹിന്ദുമതത്തിന് അതുണ്ട്. അതില്ലെന്ന് വന്നാൽ ചിലപ്പോൾ ഈ ഒരു ഭയാനക അന്തരീക്ഷം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും മതാചാര്യന്മാർ ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് ലോകസമാധാനത്തിന് ഉതകുന്ന ഒരു മതവീക്ഷണം അത് മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് ഈ വിഷയത്തിലുള്ള ഒരു അഭിപ്രായം. മതം അവസാനിക്കുന്നിടത്ത് ആണ് ആത്മീയത തുടങ്ങുന്നത് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ട് ഓർക്കുന്നു. എൻ്റെ യൂസേജ് കറക്റ്റായിരിക്കണം എന്നല്ല, ഞാൻ വായിച്ച ഓർമ്മയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം, സ്വീഡൻ പോലെയുള്ള പല രാജ്യങ്ങളും അവർ മതം ഉപേക്ഷിക്കുന്നു. അവർക്കൊരു വിശ്വാസവുമില്ല, ഒരു മതത്തിലൊരു വിശ്വാസമില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രാജ്യങ്ങൾ ഇത്തരം രാജ്യങ്ങളാണ്. അതൊരു പ്രവണതയായിട്ട് വളരുമോ? അതായത് 21-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലേക്ക് സുഖത്തിന് വേണ്ടിയും മനസമാധാനത്തിന് വേണ്ടിയും സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയും വരാൻ പോകുന്ന തലമുറ മതത്തെ ഉപേക്ഷിക്കുമോ? എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? മതം വേണമെന്ന് വാശിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവനത്തിൽ നിയമം കൂടിയേ തീരൂ. ഉദാഹരണമായിട്ടൊരു ട്രാഫിക് ഐലൻഡിൽ അവിടെ ബൾബുകൾ കത്തുന്നത് പ്രമാണിച്ച് വാഹനം ഓടിക്കാൻ തീരുമാനിക്കുക എന്നുള്ളത്, അതുപോലെയാണ് മതം. അത് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമാധാനം കെടുത്തുന്നതാണെങ്കിലും അത് ഉപേക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമില്ല. സ്വാമി മനസ്സിലാക്കിയിട്ടുള്ള ഹിന്ദുമതത്തെ സംബന്ധിച്ച്, അതിൻ്റെ ദാർശനിക വീക്ഷണത്തെ സംബന്ധിച്ച്, അത് അരാജകത്വത്തിലേക്ക് നയിക്കുന്നതല്ല. ഈ മതത്തെ വലിച്ചെറിയുമ്പോൾ ഒരു വലിയ അപകടമുള്ളത് അരാജകത്വത്തിലേക്ക് തെന്നിപ്പോകുമോ എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ ഭരിക്കേണ്ടത് പ്രാകൃത പ്രചോദനങ്ങളല്ല, സംസ്കൃത പ്രചോദനങ്ങളായിരിക്കണം. പ്രാകൃത പ്രചോദനങ്ങൾ സങ്കുചിത സ്വാർത്ഥപരമായിരിക്കും. അതിനെ സംസ്കരിച്ച് ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ഇതാണ് സംസ്കാരത്തിൻ്റെ ഒരു മുഖ്യ ആശയം എന്ന് പറയുന്നത്. കൾച്ചർ എന്ന പദത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം കേട്ടുള്ളത് കെയർ ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ പരിഗണിക്കുക. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ് മതം മുന്നിൽ വയ്ക്കുന്നതെങ്കിൽ ആ മതം സർവർക്കും മതമാവും, സംശയമില്ല. മറിച്ച് സങ്കുചിതമായ പല ആവേശങ്ങളും ആണ് മതം നിർദ്ദേശിക്കുന്നതെങ്കിൽ ആ മതങ്ങളൊക്കെ ഭാവിയിൽ ഉപേക്ഷിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മതം വേണമെന്നുള്ള വാശിക്ക് അപ്പുറത്ത് നിയമം വേണം. അതുപോലെ പ്രചോദനങ്ങളെ സംസ്കരിക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷണം അത് എക്കാലത്തും ആവശ്യമായി വരും. സ്വീഡനിൽ അത് എപ്രകാരമാണ് നിർവഹിതമാകുന്നത് എന്നുള്ളത് അന്വേഷിച്ച് നോക്കേണ്ട കാര്യമാണ്. അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഏതോ ഒരു സഹജീവനത്തിനുള്ള ശ്രുതി അവർ കണ്ടെത്തിയിട്ടുണ്ടാവണം. അതിനവർ മതമെന്ന് പേരിട്ട് വിളിക്കുന്നുണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആവശ്യമാണ്.
ഇല്ലെങ്കിൽ പ്രാകൃതികമായിട്ടുള്ള ആവേശങ്ങളായിരിക്കും. മൃഗങ്ങളുടെ ഇടയിൽ അത് സംഭവിക്കില്ല, കാരണം അവയെ നിയന്ത്രിക്കുന്നത് ഇൻസ്റ്റിങ്ക്ട്സാണ്. മനുഷ്യന് പക്ഷേ അങ്ങനെയല്ല. അവന് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ കഴിയും. കർത്തും ശക്യത, അകർത്തും ശക്യത, അന്യഥാവാ കർത്തും ശക്യത എന്ന് പറയും. എന്തും ചെയ്യാൻ അവന് സാധിക്കും. അതുകൊണ്ട് അവനെ അങ്ങനെ അങ്ങോട്ട് പ്രാകൃതമായിട്ട് വിട്ടുകഴിഞ്ഞാൽ, അതാണല്ലോ ഫ്രോയിഡിൻ്റെ ഒരു സിദ്ധാന്തത്തെ സംബന്ധിച്ച് പിന്നീട് വന്ന നിരീക്ഷണം. എന്തും അനുവദിക്കാം, ഷുഡ് നോട്ട് സപ്രസ്, അടിച്ചമർത്തരുത്. അങ്ങനെ അനുവദിച്ച സമയത്ത് അത് വലിയ അരാജകത്വത്തിലേക്ക് പോയി. പിന്നെയാണ് അവിടെ കുറച്ച് സാംസ്കാരികമായ ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് കണ്ടെത്തിയത്. അവിടെ മതത്തിന് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. എല്ലാ മതങ്ങൾക്കും ആ വിഷയത്തിൽ സാധിക്കണം. അതിന് മതനവീകരണം വേണമെങ്കിൽ അതിനാളുകൾ ഉത്സാഹിക്കണം, മതാചാര്യന്മാർ ഉത്സാഹിക്കണം എന്നാണ് അഭിപ്രായം. അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വോൾട്ടയർ ഒരിക്കൽ പറഞ്ഞാണ്, ദൈവമില്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ദൈവത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പക്ഷേ ഒരു സമൂഹത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ മനുഷ്യനെ ഈ മൃഗങ്ങളെ പോലെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് ജീവിക്കുന്ന ജീവികളാകെ മാറാതെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന, ആലോചിച്ച് പ്രവർത്തിക്കുന്ന ജീവികളായി മനുഷ്യൻ മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങയുടെ വിലയേറിയ സമയം, ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ, ഞാൻ സമൂഹത്തിൽ താമസിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, ഇപ്പോൾ പത്രപ്രവർത്തകനാണ്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളിൽ വരുമ്പോൾ ഈശ്വര വിശ്വാസികളും നിരീശ്വരവാദികളും ഒക്കെ പറയുന്ന പല കാര്യങ്ങളും അവരുടെയൊക്കെ സംശയം, ഇതൊന്നും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല എങ്കിൽ പോലും അത്തരം ചില സംശയങ്ങൾ സമൂഹത്തിൽ ഉയർന്നതാണ് ഞാൻ അങ്ങയോടെ ചോദിച്ചത്. അങ്ങയുടെ അനുഭവം, അങ്ങയുടെ വിജ്ഞാനം ജനഭൂമിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അവസാനം ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇതേ സംബോധാരണ്യം എന്ന് പറയുന്ന ഈ ആശ്രമം വളരെ മനോഹരമായിരിക്കുന്നു. ഇവിടെ ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഈ ആശ്രമത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഹരി ഓം. അങ്ങ് പലരുടെയും സംശയങ്ങളാണ് ഈ ഒരു മുഖാമുഖത്തിൽ പങ്കുവച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചു. സന്തോഷം. സംശയങ്ങളെ സംബന്ധിച്ചൊരു നിരീക്ഷണം സൂചിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. സംശയങ്ങൾ ഉണ്ടാവുന്നത് അനുഗ്രഹമാണ്. പക്ഷേ ആ സംശയങ്ങളെ ആത്മാർത്ഥമാക്കുക എന്നതും പ്രധാനമാണ്. ഇല്ലെങ്കിൽ വെറും ചോദ്യം ചോദിക്കലായിട്ട് ഒരു പ്രതിബദ്ധതയില്ലാതെ പോയി പോകും എന്നുള്ള ന്യൂനത അതിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാവട്ടെ, ആ സംശയങ്ങൾ ആത്മാർത്ഥമാവട്ടെ. അങ്ങനെ ആത്മാർത്ഥമാവുമ്പോൾ ഉത്തരങ്ങളുടെ ആശ്വാസം തീർച്ചയായിട്ടും അവർക്ക് ലഭ്യമാകും എന്നുള്ളതാണ് വസ്തുത. സംബോധാരണ്യം എന്നത് സമ്പോധ് ഫൗണ്ടേഷൻ കേരളം എന്ന പ്രസ്ഥാനത്തിൻ്റെ കൊല്ലത്തുള്ള ഒരു ആശ്രമമാണ്. സമ്പോധ് ഫൗണ്ടേഷൻ കേരളത്തിൻ്റെ പരമാചാര്യൻ സംപൂജ്യ സദ്ഗുരു ബോധാനന്ദ സ്വാമിജിയാണ്. സ്വാമിജിക്ക് സമ്പോധ് ഫൗണ്ടേഷൻ കേരളം കൂടാതെ തിരുവനന്തപുരത്ത് ബോധാനന്ദ സേവ സൊസൈറ്റി ഉണ്ട്, എറണാകുളത്ത് ബോധാനന്ദ ശ്രുതി സേവാ ട്രസ്റ്റ് ഉണ്ട്, കോഴിക്കോടും ബോധാനന്ദ സേവാ സൊസൈറ്റി ഉണ്ട്. സമ്പോധ് ഫൗണ്ടേഷൻ്റെ സ്വാമിജി ആരംഭിച്ച മുഖ്യ സ്ഥാപനം അത് ഡൽഹിയിലാണ്. ബാംഗ്ലൂരിലും സമ്പോധ് ഫൗണ്ടേഷന് പല പ്രവർത്തനങ്ങളുമുണ്ട്. സ്വാമിജി കൂടുതലും വിദേശത്തായിരിക്കും. മിച്ചിഗൺ, അവിടെ കലാമാസു എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്വാമിജി കൂടുതലും ഉണ്ടാവുക. സ്വാമിജി ഒരു മാനേജ്മെൻറ്റ് ഗുരു എന്നുള്ള നിലയിൽ വളരെ പ്രശസ്തനാണ്. ഇന്ത്യയിലും IIM പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ സ്വാമിജി സംസാരിക്കാൻ പോവാറുണ്ട്. എല്ലാറ്റിനെക്കുറിച്ചും വളരെ വിശദമായ ഒരു കാഴ്ചപ്പാടും അതിലുപരി മാനവികതയെ സംബന്ധിക്കുന്ന ഒരു കാരുണ്യവും സംപൂജ്യ സദ്ഗുരുവിൻ്റെ പ്രത്യേകതയാണ്. ഞങ്ങൾക്കുണ്ടായിരുന്ന അനവധി ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി തന്നു എന്നുള്ളതാണ് പ്രസ്ഥാനത്തിൽ തുടരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. നേരത്തെ ചിന്മയ മിഷനിലായിരുന്നു. ചിന്മയ മിഷനിൽ സ്വാമിജിയുടെ കീഴിൽ പഠനം കഴിഞ്ഞു. 25 വർഷത്തോളം ചിന്മയ മിഷനെ സേവിച്ചു. അതിനു മുമ്പ് തന്നെ ബോധാനന്ദ സ്വാമിജി സമ്പോധ് ഫൗണ്ടേഷൻ ആരംഭിച്ച് 1990 സ്വതന്ത്രമായിട്ട് പോയിട്ടുണ്ട്. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹത്തോടുകൂടി. ഇപ്പോൾ ചിന്മയ മിഷനിലെ സേവനം ഇത്രയും കാലം നിർവഹിച്ച ശേഷം ഇപ്പോൾ സമ്പോധ് ഫൗണ്ടേഷനിൽ സ്വാമിജിയെ സേവിക്കാൻ വേണ്ടി വന്നു. അപ്പം അങ്ങനെ സ്വാമിജിയുടെ അടുത്ത് എത്തിച്ചേർന്ന സമയത്ത്
പ്രവർത്തിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ് സമ്പോധ് ഫൗണ്ടേഷൻ കേരളം എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്. അപ്പോൾ ആ ട്രസ്റ്റിന് കൊല്ലത്ത് സമ്പോധാരണ്യമുണ്ട്, അതുപോലെ തൃശ്ശൂരിൽ സമ്പോധ് സാധകധാമമുണ്ട്, വയനാട്ടിൽ ഒരേക്കർ സ്ഥലമുണ്ട്, അതുപോലെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലും തിരുവാലിയിലും ഒക്കെ സ്ഥലം ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യ ആശ്രമം ഇവിടെയാണ് എന്ന് പറയാം, സ്ഥലത്തിൻ്റെ വിസ്തൃതി പരിഗണിക്കുമ്പോഴും പിന്നെ കൂടുതലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ടും. ഇവിടെ സമ്പോധാരണ്യത്തിൽ 1.5 ഏക്കർ അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള ആശ്രമമാണ്. ഇവിടെ അധിഷ്ഠാന ദേവതയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലക്ഷ്മി ഭഗവതിയാണ്. ലക്ഷ്മി ഭഗവതി ധനത്തിൻ്റെ ദേവതയാണ് എന്നാണ് പൊതുവെ സങ്കല്പിക്കപ്പെടുന്നത്. പക്ഷേ അവിടെ ധനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അന്വേഷിക്കണം. ജീവിതത്തിന് ധന്യത പകരുന്നത് എന്തോ അത് ധനം. ഈ നിലയിൽ സമ്പത്ത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കാതിരിക്കേണ്ട കാര്യമില്ല, നിശ്ചയമായിട്ടും ആഗ്രഹിക്കണം. ഉപനിഷത്തിൻ്റെ വീക്ഷണത്തിൽ ഭൂത്യൈ ന പ്രമതിതവ്യം എന്നാണ്. സമ്പദ് സമൃദ്ധി നേടിയെടുക്കുന്ന കാര്യത്തിൽ നോട്ടക്കുറവ് കാണിക്കാൻ പാടില്ല. അതൊരു ലക്ഷ്മി ആരാധനയാണ്. പക്ഷെ അതിലുപരി ധന്യത നൽകുന്നത് ധനം എന്ന നിർവചനം അനുസരിച്ച് സദ്ഗുണങ്ങളാണ് ധനം. അപ്പോൾ ലക്ഷ്മി ഭഗവതി സദ്ഗുണ പ്രദാത്രിയാണ്. ആ നിലയ്ക്കാണ് ഞങ്ങൾ അമ്മയെ ആരാധിക്കുന്നത്. അതുപോലെ ഒരു ഗുഹാമന്ദിരം അവിടെ ശങ്കര ഭഗവത്പാദരെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അവിടെ എല്ലാ ദിവസവും ഈ കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതി ശങ്കര ഭഗവത്പാദരുടെ ജന്മദിനം തൊട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ചില സ്തോത്രകൃതികളുടെ പാരായണം, അതുപോലെ ആചാര്യസ്വാമികളുടെ ഭാഷ്യം 10 മിനിറ്റ് പാരായണം ചെയ്യുക, പിന്നീട് ആരതി സമർപ്പണം, ഇത് നിർവഹിച്ചു പോരുന്നുണ്ട്. പിന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ സമർപ്പിക്കുന്നത് പ്രമാണിച്ച് അന്നദാനം ചെയ്യാറുണ്ട്. 2 നേരവും ലക്ഷ്മി മന്ദിരത്തിൽ ആരാധന നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഉദാഹരണമായിട്ട് കഴിഞ്ഞ വർഷം കൊല്ലത്ത് വ്യാസപ്രസാദം 24 എന്നുള്ള നിലയിൽ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിൽ അതിൻ്റെ വരാന്തയിൽ നല്ല സൗകര്യമായിരുന്നു. അവിടെ ഭഗവത്ഗീത 6 അധ്യായങ്ങൾ 41 ദിവസം കൊണ്ട് എടുക്കുന്ന ഒരു പ്രഭാഷണ പരമ്പര ഒരുക്കിയിരുന്നു. ഈ വർഷം വ്യാസപ്രസാദം 25 എന്ന പ്രയോഗത്തിൽ അടുത്ത 6 അധ്യായങ്ങൾ അടുത്ത വർഷവും കൂടി അതുണ്ടാവും. അങ്ങനെ ജ്ഞാനപ്രചാരണത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സേവന പ്രവർത്തനങ്ങളും ഞങ്ങൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. സമ്പോധ് ഫൗണ്ടേഷൻ കേരളം ചെയ്യുന്ന ഒരു പ്രധാന സേവാ പ്രവർത്തനം ജീവിതം ആധ്യാത്മികതയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പല സന്യാസി ശ്രേഷ്ഠന്മാർക്കും പ്രത്യേകിച്ച് ആശ്രമമോ വ്യവസ്ഥയൊന്നും ഇല്ലാതെ അവർക്ക് ഒരു പെൻഷൻ പോലെ അവരുടെ ആ ഒരു സമർപ്പണത്തെ ആദരിച്ചുകൊണ്ട് ഒരു ദക്ഷിണാ സമർപ്പണം പോലെ എല്ലാ മാസവും 2000 രൂപ 11 പേർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നു. 10 വർഷത്തോളം അത് ചെയ്യാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പൂന്തേനരുവി എന്ന പരിപാടി, അത് ആഘോഷമായിട്ടാണ്, പഠിക്കുക എന്നുള്ളതല്ല, അവർ ഒരു കൂടുതൽ ഒരു സോഷ്യലൈസേഷനും പിന്നെ തീർച്ചയായിട്ടും അവർ കുറച്ച് നേരം കണ്ണടച്ചിരിക്കാനൊക്കെ പഠിക്കും. യുവജനങ്ങൾക്ക് വേണ്ടി സൗരപഥം എന്ന പരിപാടിയുണ്ട്. അങ്ങനെ പറയാനേറെയുണ്ട്. ഇപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞു, സമ്പോധാരണ്യത്തിൽ എത്താൻ കഴിഞ്ഞതൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ലക്ഷ്മി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സ്വാമിജിയുമായിട്ട് സംസാരിച്ചപ്പോഴേ ലക്ഷ്മി ദേവി ധനത്തിൻ്റെ അതിദേവതയാണ്. പക്ഷേ വിദ്യാധനം സർവധനാൽ പ്രധാനം, വിദ്യാധനമാണ് എല്ലാ ധനത്തേക്കാൾ പ്രധാനം എന്നാണല്ലോ നമ്മൾ സങ്കല്പിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾക്ക് അങ്ങ് നൽകിയ മറുപടിയിലൂടെ ഇവിടെ നടക്കുന്ന ആരാധനയുടെ മഹത്വം കൂടി ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയാണ്. അങ്ങ് നൽകിയ വെളിച്ചം തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകരിലെത്തിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കും. ഈ സമ്പോധാരണ്യം എന്ന് പറയുന്ന ഈ ആശ്രമത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും എല്ലാ ഐശ്വര്യങ്ങളും അങ്ങേ ഈശ്വരന് ആയുസ്സും ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അങ്ങ് വളരെ വിലയേറിയ സമയമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. പൂജയുടെ സമയമായി എന്ന് എനിക്കറിയാം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ജനഭൂമി പ്രേക്ഷകർക്ക് വേണ്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരി ഓം. ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. സംബോധാരണ്യം നിങ്ങളുടെ എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് മുൻകൂട്ടി സൂചിപ്പിച്ച് ഇവിടെ വന്ന് പ്രധാനമായിട്ടുള്ള ദിനങ്ങൾ ചെലവഴിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പല പ്രകാരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഈ സൗകര്യത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്വാഗതം. ഇങ്ങനെ ഒരു മുഖാമുഖത്തിന് മുന്നോട്ട് വന്ന ജനഭൂമിക്കും എല്ലാ പ്രകാരത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ആശംസിക്കുന്നു. ഹരി ഓം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.